ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ബൈനറി റെപ്രസെന്റേഷൻ മുതൽ യൂണിക്കോഡ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CPU ആർക്കിടെക്ചർ മുതൽ ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ ഈ കംപ്ലീറ്റ് മൊഡ്യൂൾ ആണ് ഈ ഒരു സെക്കൻഡ് പാർട്ടും കൂടി നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ലാസ്റ്റ് പോർഷനിലോട്ട് കിടക്കാം. ഓക്കെ, CPU ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പൊ എന്താണ് CPU ആർക്കിടെക്ചർ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു പോർഷനും കൂടിയാണ് ഈ ഒരു മൊഡ്യൂളിലെ CPU ആർക്കിടെക്ചർ. അപ്പൊ CPU ആർക്കിടെക്ചറിന്റെ ഒരു ബ്രീഫ് എഴുതാൻ പറയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ CPU ആർക്കിടെക്ചറിൽ നമ്മുടെ എന്താ ഉള്ളത്? CPU എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ ആണ് അല്ലെ. അതിൻ്റെ അകത്ത് ധാരാളം ഇൻസ്ട്രക്ഷൻസ് പ്രോസസ് ചെയ്യും. അതുപോലെ തന്നെ ധാരാളം ഹാർഡ്വെയറിന്റെ കൺട്രോളും ഓപ്പറേഷൻസും ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ CPUന്റെ അകത്താണ്. ഓക്കെ, നമ്മുടെ CPUല് 3 മെയിൻ പാർട്സ് ആണ് ഉള്ളത്. അതാണ് ALU, CU ആൻഡ് രജിസ്റ്റർ. ഇനി ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് CPUന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. ഈ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ മൊഡ്യൂൾ പഠിക്കും. അതുപോലെ തന്നെ പ്രോസസ് ഡേറ്റ എങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ഡേറ്റ പ്രോസസ് ചെയ്യും, അതനുസരിച്ച് ഹാർഡ്വെയർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ CPUവിന്റെ മെയിൻ ഫങ്ഷൻസ്. അതുപോലെ തന്നെ 3 മെയിൻ കോമ്പോണൻസും ആണ് ഇതിലുള്ളത്. ഇനി ഒരു ആർക്കിടെക്ചർ ഡയഗ്രാം വെച്ചിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ CPUവിന്റെ അകത്ത് CU, ALU അതുപോലെ തന്നെ മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇത് രണ്ടും ഇങ്ങനെ ഒരു ഒറ്റ യൂണിറ്റിലും മെമ്മറി യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ടുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി മെയിൻ കോമ്പോണൻസ് ഓഫ് CPU. ഫസ്റ്റ് വൺ ALU. ഓരോന്നിനെ പറ്റിയിട്ടും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ALU എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ആൻഡ്, ഓർ, നോട്ട്, എക്സോർ ഇതെല്ലാം പെർഫോം ചെയ്യുന്നത് ഇതിലാണ്? ALUവിലാണ്. അതുപോലെ തന്നെ നമ്മുടെ CPUവിന്റെ കാൽക്കുലേറ്റർ ആയിട്ട് ആക്റ്റീവ്. കാരണം എന്താ? എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്. ഇനി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്മോൾ ഹൈ സ്പീഡ് മെമ്മറി യൂണിറ്റ് ആണ് ഇൻസൈഡ് ദ CPU. അതിൻ്റെ അകത്ത് ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ആണ് പറ്റുള്ളൂ. ഇനി രജിസ്റ്ററിന്റെ അകത്ത് രജിസ്റ്ററിന് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് അക്യൂമുലേറ്റർ, ACC എന്ന് നമ്മൾ ചെറുതായിട്ട് പറയും. അതിൻ്റെ അകത്ത് ഇമ്മീഡിയറ്റ് റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്പാപ്പുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത് അക്യൂമുലേറ്റർ ആണ്. ഇനി പ്രോഗ്രാം കൗണ്ടർ, അതിൻ്റെ അകത്ത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അടുത്ത എവിടെയാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത്. ഇപ്പൊ കൺസിഡർ ചെയ്യുക, ഇങ്ങനെ ഒരു മെമ്മറി ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, മെമ്മറി ബോക്സ് ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ 100, 1, 102, 103 എന്നൊക്കെ പറഞ്ഞ് ഓരോ ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 101ന്റെ അകത്താണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട്, 2 എന്ന് പറഞ്ഞാൽ ആഡ്, 3 എന്ന് പറഞ്ഞാൽ സ്റ്റോർ ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതൊക്കെ ഓരോ 1 എന്ന് പറഞ്ഞപ്പോ എന്താണ്? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ, തേർഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇതിന്റെ അഡ്രസ്സുകളാണ് എന്ത് ഈ പറയുന്നത്? ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻസ്, അതാണ് അഡ്രസ്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിന്റെ അകത്ത് ഉണ്ടാവുന്നത് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുക. ഇനി ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റേർഡ് അടുത്ത് എന്തുള്ളൂ? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ് ആ ഇൻസ്ട്രക്ഷൻ ആണ് ഉണ്ടാവുക. ഇനി സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് പോയിന്റ് ചെയ്യും. ഇപ്പൊ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. പ്ലേറ്റുകൾ ഇങ്ങനെ അട്ടിയായിട്ട് വെക്കണതാണ് എന്ത് പറയുന്നത്? സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾ വരികയാണെങ്കിൽ, ഇപ്പൊ നമ്മള് വെഡിങ് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരാൾ വരികയാണെങ്കിൽ അടിയിന്നാണോ നമ്മൾ ആദ്യം പ്ലേറ്റ് എടുക്കുക? ഇല്ല, ടോപ്പിൽ നിന്നായിരിക്കും പ്ലേറ്റ് എടുക്കുക അല്ലെ. ടോപ്പിൽ നിന്ന് എടുത്താണ് നമ്മൾ അടി വരെ എത്തുക. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർക്കുക. സ്റ്റാക്ക് പോയിന്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോപ്പിൽ പോയിന്റ് ചെയ്യുന്ന ആളാണ് സ്റ്റാക്ക് പോയിന്റർ. ഓക്കെ, ഇനി കൺട്രോൾ യൂണിറ്റിലാണ് എവിടെ നിന്നാണ് ഇൻസ്ട്രക്ഷൻ വാങ്ങുന്നത്, അത് ഡീകോഡ് ചെയ്യുന്നത്, മീൻസ് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുന്നത് എവിടെയാ? കൺട്രോൾ യൂണിറ്റിൽ. അതുപോലെ തന്നെ ഡയറക്ട്സ് ദ ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ മെമ്മറി, ALU, ഇൻപുട്ട്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ്
ഡേറ്റ പോകേണ്ടത്, ആദ്യം ആരുടെ അടുത്തൊക്കെയാണ് പോകേണ്ടത് എന്നുള്ളത് പറയുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ഇനി യൂസസ് എ ക്ലോക്ക് സിഗ്നൽ, ഇതിന്റെ അകത്തൊരു ക്ലോക്ക് സിഗ്നൽ വെച്ചിട്ടാണ് ഇവരത് മനസ്സിലാക്കുന്നത് ആദ്യം ആരാണ് എന്നുള്ള സംഭവം. ഇനി ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. ഇനി ഇൻസ്ട്രക്ഷൻ സെറ്റില് അത്ര ഉള്ളൂ നമ്മൾ ഫസ്റ്റ് പഠിച്ച കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്ന പോർഷൻ. ഇനി ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ ലെവൽ കമാൻഡ്സ്. നമ്മുടെ മെഷീനിന് മനസ്സിലാവുന്ന കമാൻഡ്സ് ഉണ്ടല്ലോ, CPU-ന് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭാഷയുണ്ട്. ആ ഒരു ഭാഷയാണ് എന്ത്? മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ആ മെഷീൻ ലെവൽ ആയിട്ടുള്ള മെഷീന് മനസ്സിലാക്കുന്ന കമാൻഡ്സിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഈച്ച് CPU ഫാമിലി ഇന്റൽ ARM ഹാസ് ഇറ്റ്സ് ഓൺ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം പഠിക്കണം. ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന, കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോട്ട് മാറ്റുന്ന ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് MOV, LOAD, സ്റ്റോർ. മൂവ് എന്ന് പറഞ്ഞാൽ എന്താ? മൂവ് ദ ഡേറ്റ ഫ്രം വൺ പോയിന്റ് ടു അനദർ. ലോഡ് ഡേറ്റ ഫ്രം മെമ്മറി എന്ന് പറഞ്ഞാൽ മെമ്മറിന്ന് ലോഡ് ചെയ്ത് ഡേറ്റ എടുക്കുക. അതുപോലെ തന്നെ സ്റ്റോർ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയേക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുക. സ്റ്റോർ ദ ഡേറ്റ ഇൻ ദ മെമ്മറി. ഇനി അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അഡീഷൻസ്, ആഡ്, സബ്, മൾ, ഡിവ് ഇതൊക്കെയാണ് എന്ത്? അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ. ഇനി ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് ആയിട്ടുള്ള ആൻഡ്, ഓർ, എക്സോർ, നോട്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ് വൈസ് ആൻഡ് പെർഫോം ചെയ്യുക, ബിറ്റ് വൈസ് ഓർ, അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ഓർ, പിന്നെ നെഗോഷ്യൻസ്. ഇനി കൺട്രോൾ ഫ്ലോ. കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങാടൊക്കെയാണ് കമാൻഡ്സ് പോകേണ്ടത് എന്നുള്ളത് പറയുന്നതാണ്. കമാൻഡ്സിന്റെ കൺട്രോൾ ഉള്ളതാണ് ഇത് കൺട്രോൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ. JMP എന്ന് പറഞ്ഞാൽ ജമ്പ് അനദർ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിൽ പോകും. കോൾ എന്ന് പറഞ്ഞാൽ കോൾ എ സബ് റൂട്ടീൻ, മുന്നേ പറഞ്ഞ എവിടെയെങ്കിലും പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. RET എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഫ്രം എ സബ് റൂട്ടീൻ, വേറൊരു ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യാനായി. ഇനി IOS ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. അത് ഇൻ, ഔട്ട്. റീഡ് ദ ഡേറ്റ ഫ്രം ദ ഇൻപുട്ട് ഡിവൈസ്, അതുപോലെ തന്നെ സെൻഡ് ദ ഡേറ്റ ഫ്രം ടു ആൻ ഇൻപുട്ട്, ഒരു ഇൻപുട്ട് ഡിവൈസിലോട്ട് ഡേറ്റ സെൻഡ് ചെയ്യാം. ഇനി ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ പർപ്പസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. മൂവ്, ആഡ്, ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞു. അതിന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ. അതുപോലെ തന്നെ ഇതിന്റെ പർപ്പസ് എന്താ? ഇപ്പൊ മൂവ് ആണെങ്കിൽ മൂവ് ദ ഡേറ്റ ബിറ്റ്വീൻ രജിസ്റ്റർ, മെമ്മറി ആൻഡ് IO. മൂവ് A, B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന വാല്യൂ Aയിലോട്ട് കോപ്പി ആകും. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയേ. മൂവ് നമുക്ക് ഇപ്പൊ PC, A എന്ന് പറയുന്ന ഡേറ്റ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടറിലോട്ട് സേവ് ആവും. അങ്ങനെ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നമ്മുടെ റൈറ്റിൽ കിടക്കുന്ന വാല്യൂ ലെഫ്റ്റിലോട്ട് സേവ് ആവുന്നതാണ് ആ ഒരു ഓപ്പറേഷൻ. ഇനി ആഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ നോക്കിക്കേ. ആഡ് A, B. ഇവിടെ നടക്കുന്നത് ബിയും എയും ആഡ് ആവും. A+B നടക്കും. എന്നിട്ട് വാല്യൂ സ്റ്റോർ ആവുന്നത് എയിലാണ്. അപ്പൊ A = A+B എന്നാവും. അതുപോലെ തന്നെ ആൻഡ് എല്ലാത്തിലും ഈ ലെഫ്റ്റിലുള്ള വാല്യൂലായിരിക്കും സ്റ്റോർ ആവുക. ഓക്കെ. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, എങ്ങനെയാണെന്നുള്ളത് ബേസിക് നോക്കി. There are two main type of instruction set based on instruction complexity. ഇൻസ്ട്രക്ഷന്റെ കോംപ്ലക്സിറ്റി ബേസ് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. അതാണ് കോംപ്ലക്സ് ISAയും RISC. കോംപ്ലക്സ് ISA മീൻസ് അതിൽ ഇന്റൽ X86 AMD ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ARM ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സും പല പല സ്റ്റെപ്പിലായിട്ട് ഭയങ്കര വലുതാക്കി ചെയ്തിരിക്കുക. ARM-ൽ പൊതുവെ സിമ്പിൾ ആൻഡ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ. കോഡ് സൈസ് സ്മോളർ ആണ്, പക്ഷെ ഇവിടെ കോഡ് സൈസ് ലാർജർ ആണ്. സ്പീഡ് സ്ലോവർ ആണ്, സ്പീഡ് ഫാസ്റ്റർ ആണ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് in an assembly language consists of operation code, that is op code. Op code എന്ന് പറഞ്ഞാൽ operation code and operands ഉണ്ട്.
ഇനി the structure of the instruction based on depending the computer architecture. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ മാറുന്ന അനുസരിച്ച് നമ്മുടെ ഇത് മാറും എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ്. ഓപ്കോഡും ഓപ്പറാൻഡും ആണ് നമ്മൾ എഴുതുക. ഓക്കെ, ഇനി ലേബിൾ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഫോർ മാർക്കിംഗ് ദ ലൊക്കേഷൻ, എവിടെയാണ് ലൊക്കേഷൻ കൊടുക്കുന്നത് പ്രോഗ്രാമിൽ എവിടെയാണെന്നുള്ളത് ഓപ്ഷണൽ ആണ്. ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ടു ബി പെർഫോം, എന്ത് ഓപ്പറേഷൻ ആണ്, മൂവ് ആണോ, ആഡ് ആണോ, സബ് ആണോ, ജമ്പ് ആണോ, അങ്ങനെ. ഇനി ഒപ്പറാൻഡ്, ഒപ്പറാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ മെമ്മറി ഡേറ്റ, മെമ്മറി ലൊക്കേഷൻ ഓർത്ത് ഡേറ്റ ഇൻവോൾവ്, എന്തിന്റെ ആണ് എന്നുള്ളത് നമ്മൾ പറയുന്നത്, അതാണ് ഒപ്പറാൻഡ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കമന്റ് എന്ത്, എവിടെയാണ് ആ ഒരു പോർഷൻ, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ഇനി ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്. ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് മീൻസ് സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അഡ്രസ് ഒന്നും കൊടുക്കണ്ട, ഓപ്പറാൻഡ്സ് വേണ്ട, ജസ്റ്റ് സ്റ്റാക്ക് ബേസ്ഡ് ആർക്കിടെക്ചർ ആണ്. പുഷ് പോപ്പ്, സ്റ്റാക്ക് ബേസ്ഡ് ആർക്കിടെക്ചറിൽ പുഷ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സ്റ്റാക്കിലോട്ട് കയറ്റുക. പോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാക്കിന്ന് റിമൂവ് ചെയ്യുക. പുഷ് എന്ന് പറഞ്ഞാൽ ആഡ് ആൻഡ് പോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ഫ്രം ദി സ്റ്റാക്ക്. ഇനി വൺ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതിൽ ഒരു അഡ്രസ് എങ്കിലും കൊടുക്കണം. INCAL എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ഒപ്പറാൻഡും ഉണ്ട്, സോറി, ഒരു ഓപ്കോഡും ഉണ്ട്, ഒരു ഒപ്പറാൻഡും ഉണ്ട്. ഓക്കെ, അതിൽ യൂഷ്വലി ഓപ്പറേറ്റർ ഓൺ ആൻ അക്യൂമുലേറ്റർ രജിസ്റ്റർ. അക്യൂമുലേറ്റർ രജിസ്റ്ററിലായിരിക്കും മെയിൻലി ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി ടു അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതിലാണ് ടു ഓപ്പറാൻഡ്സ് ഉള്ളത്, മൂവ് AX BX. അതിന് നമ്മൾ രണ്ടെണ്ണം കൊടുക്കും. ഫസ്റ്റ് ഒപ്പറാൻഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഡെസ്റ്റിനേഷൻ ആയിരിക്കും, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഴ്സ് ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി 3 അഡ്രസ് എന്ന് പറഞ്ഞാൽ 3 ഒപ്പറാൻഡ്സ് ഉണ്ടാവും, അതിൽ R1 R2 R3. അത് നമ്മൾ കൂടുതലും RISC ആർക്കിടെക്ചറിലാണ് യൂസ് ചെയ്യുക. ഇനി ബേസിക് അസംബ്ലി ലാംഗ്വേജ്. ഇനി അസംബ്ലി ലാംഗ്വേജിന്റെ കുറച്ച് ബേസിക്സ് ആണ് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു സ്പെസിഫൈ ദ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഇറ്റ് യൂസസ് mnemonics, ദാറ്റ് ഈസ് ദ ഷോർട്ട് നെയിം ഫോർ ദ ഇൻസ്ട്രക്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവ്, ആഡ്, സബ്, മൾട്ടിപ്ലൈ, ഡിവ്. പിന്നെ CMP ഉണ്ട്, അത് കമ്പയർ ആണ്. ജമ്പ് ഉണ്ട്, പിന്നെ ജമ്പ് ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ജമ്പ് ഇഫ് നോട്ട് വെച്ചിട്ട് ചെയ്യാം. പുഷ് ഉണ്ട്, പോപ്പ് ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നേരത്തെ ഇൻസ്ട്രക്ഷൻ സെറ്റില് പറഞ്ഞതാണ്. ഇനി രജിസ്റ്റേഴ്സ് ഇൻ ദ അസംബ്ലി. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്മോൾ ലൊക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞു, ഫാസ്റ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. കോമൺലി യൂസ് ചെയ്യുന്നത് X86 രജിസ്റ്റേഴ്സ് ആണ്. അതിൽ നമുക്ക് കുറെ രജിസ്റ്റേഴ്സ് ഉണ്ട്, ദാറ്റ് ഇസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് AX BX CX DX എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാക്ക് പോയിന്റർ ആണ് SP. ഇനി ബേസ് പോയിന്റർ ആണ് BP. SI എന്ന് പറഞ്ഞാൽ സോഴ്സ് ഇൻഡെക്സ്, DI എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. ഇതൊക്കെ വാല്യൂസ് ആണ്, ഓരോന്നും സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ കൊടുക്കുന്നത് ഇതാണ്. ഇനി ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫ്ലാഗ്സ് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ മൂവ് AX, A എന്ന് പറഞ്ഞാൽ Aന്റെ വാല്യൂ നമ്മൾ AX എന്ന് പറഞ്ഞ രജിസ്റ്ററിലോട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിന്റെ പേര് എഴുതാൻ പറഞ്ഞാൽ ഇത് എഴുതാം, AX BX. ഇനി അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് വേസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്, ഇൻഡയറക്റ്റ് അഡ്രസ്, ഇൻഡെക്സ്ഡ്. ഇത് ജസ്റ്റ് മനസ്സിലാക്കുക, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത് കുറച്ചും കൂടി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് കഴിയുമ്പോഴാണ് ഇപ്പൊ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ആണ് ഇതിനു മുമ്പത്തെ സിലബസ് വരെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് പുതിയ സിലബസ് ആയതുകൊണ്ട് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഇയർ ചോദിക്കും എന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് മാത്രം ഇത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ജസ്റ്റ് പേരൊക്കെ പഠിച്ചു വെക്കാം, ഇൻ കേസ് ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ എഴുതാം. കാരണം ഫസ്റ്റ് നിങ്ങളൊരു സെറ്റ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാ ക്വസ്റ്റ്യൻ പേപ്പർ വരാറുള്ളത്. അപ്പൊ 2024 സ്കീമിന്റെ ഫസ്റ്റ് എക്സാമുകാരോടാണ് ഞാൻ പറയുന്നത്. അടുത്ത എക്സാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഐഡിയ ഉണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ വരുമോ ഇല്ലെന്ന്. ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇത്. അപ്പൊ ഇമ്മീഡിയറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വാല്യൂ കൊടുക്കും. അപ്പൊ 5 AL
മൂവ് AL, 5 എന്ന് പറഞ്ഞാൽ ALന്റെ അകത്തുള്ള വാല്യൂ ഇപ്പൊ എന്താണ് 5 ആണ്. കോൺസ്റ്റന്റ് വാല്യൂ ഡയറക്ട്ലി കൊടുക്കുക ഇമ്മീഡിയറ്റ് രജിസ്റ്റർ അഡ്രസ്സിംഗ് വേണ്ടി. ഇനി AX BX എന്ന് കൊടുത്താൽ എന്താണ്, നമുക്ക് ഓൾറെഡി ഉള്ള രജിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള അഡ്രസ്സിംഗ് മെത്തേഡാണ് എന്ത്, രജിസ്റ്റർ മോഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അഡ്രസ് ഇവിടെ കൊടുക്കാം. 120.1234H എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു അഡ്രസ്സിന്റെ വാല്യൂ ആണ്. ആ അഡ്രസ്സിന്റെ വാല്യൂ ഇവിടെ ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട് എക്സിലോട്ട്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് എ രജിസ്റ്റർ ടു പോയിന്റ് ടു മെമ്മറി. ഇവിടെ ഒരു ഇൻഡയറക്ട്ലി കൊടുത്തത് ആദ്യം BXന്റെ അകത്ത് പോയിട്ട് ആ വാല്യൂ അഡ്രസ് എടുക്കണം. അഡ്രസ് എടുത്തിട്ട് AXലോട്ട് സ്റ്റോർ ചെയ്യണം. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പറ്റില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവർ ജസ്റ്റ് ഇത് ഈ ഒരു മോഡ്സും ഡിസ്ക്രിപ്ഷൻസും മാത്രം ഒന്ന് പഠിക്കുക. മനസ്സിൽ തന്നെ ഒന്ന് പതിപ്പിച്ച് വെക്കുക ഈ ഒരു സംഭവം, ഈ ഒരു ടേബിള്. കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എത്രത്തോളം ഡീപ്പർ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് പേരുകൾ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എഴുതാം. ഓക്കെ. ഇനി ഇൻഡെക്സ്ഡ് എന്ന് പറയുമ്പോൾ അതിനൊരു ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും, ഒരു ഓഫ്സെറ്റ് വാല്യൂ, ഏത് രജിസ്റ്റർ പ്ലസ് ആ രജിസ്റ്റർ ചെയ്യുന്ന ഒരു 5 എണ്ണം എന്ന് പറഞ്ഞിട്ട്. ഇനി ഈ ഒരു ടോപ്പിക് വീണ്ടും ഡിസ്കസ് ചെയ്യണം എന്നാണെങ്കിൽ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് കമന്റ് ചെയ്ത ഈ ഒരു ടോപ്പിക് ഒന്നും കൂടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു തരാം. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ഇസ് അസംബ്ലേഴ്സ്, ലിങ്കേഴ്സ് ആൻഡ് ലോഡേഴ്സ്. അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താ, കൺവേർട്ട് ദ അസംബ്ലി കോഡ് ടു മെഷീൻ കോഡ്. അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അസംബ്ലർ. ലിങ്കർ എന്ന് പറഞ്ഞാൽ എന്താ, കമ്പൈൻസ് മൾട്ടിപ്പിൾ ഫയൽസ്. ലോഡർ എന്ന് പറഞ്ഞാൽ ലോഡ്സ് ദ പ്രോഗ്രാം ഫ്രം ദ മെമ്മറി. ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിൾ. ഓക്കെ. അപ്പൊ ഫെച്ച് എക്സിക്യൂട്ട് സൈക്കിള് നമുക്ക് ഇതിന്റെ അകത്ത് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ എന്ന് പറയാം. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യുക എന്താ, ഫെച്ച് ചെയ്യുക, അതിനെ കണ്ടുപിടിക്കുക. നമ്മുടെ മെമ്മറിയിൽ എവിടെയോ ആണ്, നമ്മുടെ മെമ്മറി ഭയങ്കര വലുതാണ്, അതിൽ എവിടെയോ ഇരിക്കുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റിട്രീവ് ചെയ്യുക, എടുക്കുക. ഇനി ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ, അതിനെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക നമുക്ക് വേണ്ട ഒരു ഫോർമാറ്റിലോട്ട്. ഇനി എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ എന്താണോ അത് ചെയ്യുക. സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് മെമ്മറി കൊണ്ടുപോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യാം. ഓക്കെ. ഇതൊരു വലിയൊരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. വിത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് തരണം. ഇപ്പൊ ആഡിങ് ഒരു 2 നമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫെച്ച് ചെയ്യണം, CPU ഫെച്ച് ചെയ്യണം എയും ബിയും ഫ്രം ദ മെമ്മറി. അപ്പൊ CPU പോയിട്ട് എനെയും ബിനെയും എടുക്കും. അതുപോലെ തന്നെ ആഡ് എന്ന് പറയുന്ന നമ്മുടെ എന്താണ് ഇൻസ്ട്രക്ഷനും എടുക്കും. ഇനി ഡീകോഡ് ചെയ്യുക, ഐഡന്റിഫൈ ദിസ് ഈസ് ആൻ അഡീഷൻ ഓപ്പറേഷൻ. അപ്പൊ ഇത് പോയിട്ട് മനസ്സിലാക്കും, ഇന്ററപ്റ്റ് ചെയ്യും. ഇതിൽ ആഡ് എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാവും, ഓക്കെ, കമ്പ്യൂട്ടറിനല്ല CPU മനസ്സിലാവും ഇത് എന്ത് ഓപ്പറേഷനാ, ഒരു അഡീഷൻ ഓപ്പറേഷൻ ആണ് എന്ന് മനസ്സിലാവും. ഇനി അഡീഷൻ ഓപ്പറേഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് ഇതുപോലത്തെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത്. അപ്പൊ ALU എന്ത് ചെയ്യും, A+B പെർഫോം ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും, നമ്മുടെ എയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇതുപോലെ ചെറിയ എക്സാമ്പിളോ വലിയ എക്സാമ്പിളോ വെച്ചിട്ട് കാണിക്കേണ്ടി വരും. നമുക്കതൊന്നും കൂടി നോക്കാം. അപ്പൊ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, റീഡ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അതൊരു സർക്കുലർ ലൂപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇതിനൊരു സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എക്സിക്യൂഷൻ ആൻഡ് അഡീഷൻ ഇൻസ്ട്രക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫെച്ച് AB, അത് നമ്മളിപ്പോ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തു. ഇനി ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഐഡന്റിഫൈ ദ ഓപ്പറേഷൻ. അപ്പൊ നമ്മുടെ കൺട്രോൾ യൂണിറ്റ് മനസ്സിലാക്കും അതൊരു അഡീഷൻ ഓപ്പറേഷൻ ആണ്. എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ A+B നമ്മൾ പെർഫോം ചെയ്യും. അപ്പൊ എന്റെ അകത്ത് ആ കിട്ടിയിരിക്കുന്ന വാല്യൂ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി സ്റ്റോർ ഇൻ എ എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ രജിസ്റ്ററിൽ പണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എയുടെ വാല്യൂ 2+3 ആണെന്നിരിക്കും, A 2 B 3 ആണെന്നിരിക്കാം. അപ്പൊ ഇവിടെ വെച്ചിട്ട് എയുടെ വാല്യൂ എന്താവും, A = ഇത് പെർഫോം ചെയ്യുമ്പോൾ 5 ആവും. ഇവിടെ 2+3 ചെയ്യും, എയുടെ വാല്യൂ 5 ആവും. അപ്പൊ എയുടെ പുതിയ വാല്യൂ എന്താ, 5. നമ്മുടെ ഈ രജിസ്റ്ററിൽ ഇരിക്കുന്ന വാല്യൂ 2 ആണ്. അപ്പൊ ഇത് നേരെ കൊണ്ടുപോയിട്ട് എന്റെ വാല്യൂ മാറ്റിയിട്ട് എന്റെ വാല്യൂ ഇവിടെ എന്താക്കും, 5 ആയിട്ട് പുതിയ വാല്യൂ സ്റ്റോർ ചെയ്യും. ഓക്കെ. അപ്പൊ അതാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും, എങ്ങനെ എഴുതണം എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിന്റെ അകത്ത് ഹോൾസ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും.
ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, മെമ്മറിന്ന് ലോഡ് ഇൻടു ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലോട്ട് എടുക്കും. അപ്പൊ പി സി ഉണ്ട്, പി സിന്ന് മെമ്മറിന്ന് റാം അല്ലെങ്കിൽ റാം മെമ്മറിന്ന് നമ്മൾ ഐ ആറിലോട്ട് എടുക്കും. ഇതുവരെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ് എന്ന് ഓർക്കാം. പി സി റാം ഐ ആർ. ഓക്കെ, പി സി ഈസ് അപ്ഡേറ്റഡ് ടു പോയിന്റ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. പ്രോഗ്രാം കൗണ്ടർ പിന്നെ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ട് പോയിന്റ് ചെയ്യും. ഇത് മെമ്മറി കൊടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ കൊടുത്ത പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിൽ പോയിന്റ് ചെയ്യും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മുടെ മെമ്മറി, ഇതിന്റെ വാല്യൂ ആണ്, അഡ്രസ് എന്ന് പറഞ്ഞാൽ 1000 ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ അകത്താണ് ആഡ് എ കോമ ബി ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഇറ്റ് ഈസ് ഫെച്ച്ഡ് ഇൻ ടു ദ ഐ ആർ. അപ്പൊ ഇത് മെമ്മറിയിലാണ് ഇത് ഇരിക്കുന്നത്. ഓക്കെ, മെമ്മറിയിൽ ഇരിക്കുന്ന ആൾ എന്ത് ചെയ്യും, മെമ്മറിയിൽ ഇരിക്കുന്ന ആളെ ഇത് ഇങ്ങാട് എടുത്തിട്ട് ഐ ആറിലോട്ട് എടുക്കും. ഐ ആറിലാണ് ഇപ്പൊ ആരുള്ളത്, ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യും, സി യു ഡീകോഡ് ചെയ്യും, ഓപ്പറേഷൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യും, ഓപ്പറാൻഡ് ഏതാന്ന് മനസ്സിലാക്കും. അതിനുശേഷം അത് അവിടെ ഇവാലുവേറ്റ് ചെയ്യും. ഇനി അഡീഷൻ ആണെന്ന് അപ്പൊ അവിടെ മനസ്സിലായി, അഡീഷൻ ആണെന്ന് മനസ്സിലാക്കിയപ്പോ അരിത്തമെറ്റിക് ലോജിക്കൽ യൂണിറ്റിനെ വിളിക്കും. അതിനുശേഷം ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഇനി ALU എന്താണ് ചെയ്യുന്നത്, എ കോമ ബി രജിസ്റ്റർ വാല്യൂ എടുത്തിട്ട് അതിനെ എയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി എയിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഇനി റിസൾട്ട് ഇസ് സ്റ്റോർഡ് ഇൻ ദ രജിസ്റ്റർ. റിസൾട്ട് എവിടെയാ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, നമ്മുടെ രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതെന്നിട്ട് മെമ്മറിയിലോട്ട് റിട്ടേൺ ബാക്ക് ചെയ്യും ഇഫ് നീഡ്. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ആഫ്റ്റർ അഡീഷൻ രജിസ്റ്റർ എ നൗ ഹോൾഡ്സ് ദ സം ഓഫ് എ ആൻഡ്. അപ്പൊ എന്റെ അകത്താണ് ഇപ്പൊ ആരുള്ളത്, സം ഓഫ് വാല്യൂസ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് എന്നും പറയാം, അല്ലെങ്കിൽ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ് എന്നും പറയാം. കാരണം ഫെച്ച്, എക്സിക്യൂട്ട്, അതുപോലെ തന്നെ സ്റ്റോർ ആണ് മെയിൻ. ഫെച്ച്, എക്സിക്യൂട്ട്, സ്റ്റോർ ഇതിന്റെ ഇടയിലാണ് ഡീകോഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂള്. സെക്കൻഡ് മോഡ്യൂൾ ഇവിടെ തീർന്നു. ഇനി ഇതിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് പ്രോബ്ലംസ് തരുന്നുണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത ബൈനറി പോലത്തുള്ള പ്രോബ്ലംസ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താലാണ് ഞാൻ അതിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഇടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അഡ്രസ്, നമ്മളിപ്പോ പറഞ്ഞ അഡ്രസ്സിങ്ങിന്റെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇത്ര ദിവസമായിട്ട് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ അതിന് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പും കൂടി വേണം. കാരണം എങ്ങനത്തെ പ്രോബ്ലംസ് ആണെന്നുള്ളത് ജസ്റ്റ് എനിക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലിടെ, അതോ അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക ചെയ്യുക. അപ്പൊ എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഹെൽപ്ഫുൾ ആണ്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.